കർത്തവ്യം ദൈവമാന്തികം. അല്ല, രാവിലെ തന്നെ കൊച്ചുമോനും വീടുന്ന് കളിക്കുക. അച്ഛമ്മേ, പോട്ടയിലമ്മയുടെ പൊങ്കാല ഉത്സവമല്ലേ, ഞങ്ങൾക്കിന്ന് ക്ലാസ്സില്ലല്ലോ. എനിക്ക് പോട്ടയിലമ്മയുടെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, പറഞ്ഞു തരാലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എരൂർ ദേശത്തെ പുലിയന്നൂർ മനയിലെ മുനി തിരുമേനിയാണ് ആദ്യം കോട്ടയിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത്. ഇനി എത്ര ദൂരം ഉണ്ടാവും? ഒരു നിശ്ചയില്ല. കലശിലായ ദാഹമുണ്ട്. ഇതാണെങ്കിൽ ആയൊട്ടും കാണാനില്ല. എന്താ ചെയ്യാ? പൂർണ്ണദ്രീശൻ ഒരു വഴി കാണിക്കാതിരിക്കില്ല. നടക്ക തന്നെ. കുറച്ച് കുട്ടികളല്ലേ കളിക്കണേ? അതന്നെ, എന്തായാലും ഭഗവാൻ കാത്തു. കുട്ടികളെ, ഈ പുലിയന്നൂർ മന എവിടെയാച്ചാ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. ഈ വഴി അങ്ങ് നേരെ പോയാച്ച മനയായി. അതെയോ? ആശ്വാസായി. നന്നായി വരട്ടെ കേട്ടോ. ആരാണാവോ? മനസ്സിലായില്ല. ഓ, അപ്പോ യാത്രാക്ഷീണം ഉണ്ടാവല്ലോ. ഇത്തിരി സംഭാരാവാം. ആത്തേമാരെ, രണ്ടാൾക്ക് കൊടുക്കാനെടുത്തോളൂ. ആശ്വാസണ്ടേ? നീ വന്ന കാര്യം എന്താച്ചാ പറഞ്ഞോളൂ. കരയിലാകെ അനിഷ്ടങ്ങളാച്ചാ. എന്താ പറയാ? ദേവപ്രശ്നം വെക്കണ്ടായേ. പ്രശ്നവശാൽ കരയിലൊരു പ്രതിഷ്ഠാകർമ്മം വേണ്ടിയോ? പ്രതിഷ്ഠ വിധിയാമണ്ണം ഈടുന്ന് വന്ന് നടത്തി തരണം എന്നാണ് കരക്കാരുടെ ആഗ്രഹം. ആയിക്കോട്ടെ, ചാർത്ത് തന്നോളൂ. എന്താച്ചാ വേണ്ടതെല്ലാം വിധിയാവണ്ണം ഒരുക്കിക്കോളൂ. സന്തോഷായി. എങ്കിൽ ഇനി യാത്രയില്ല. ഭക്ഷണം എന്താച്ചാ കഴിച്ചിട്ടാവാൻ മടക്കാം. ഇച്ചി ദൂരം പോവാനുള്ളതല്ലേ. വടക്കേപ്പുറത്തെ ഊട്ടുപുരയിലേക്ക് ചെന്നോളൂ. പ്രതിഷ്ഠാകർമ്മം എന്തായാലും ഭംഗിയായി. ദേവിയുടെ അനുഗ്രഹം. നേരം വൈകിയിരിക്കണോ? നാമം ചൊല്ലി അങ്ങോട്ട് നടക്കാം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസുര താരാനായക ശേഖരീം മിതമുഖി മാബീര. ആരെ ഈ സമയത്ത്? രണ്ട് പെൺകുട്ടികളാണല്ലോ. എന്തായാലും നല്ല സ്ത്രീത്വമുണ്ട് രണ്ടാൾക്കും. സരസ്വതിയും ലക്ഷ്മിയും രണ്ടാളും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട പോലെ. എവിടെ കാണാവോ ഈ അസമയത്ത്? നോം എന്തേലും സഹായം ചെയ്യണേച്ചാ. ഞങ്ങൾ വടക്കുംകരയിൽ നിന്ന് എരൂർ ഭാഗത്ത് വന്ന് താമസമാക്കിയ രണ്ട് കുടുംബക്കാരുടെ കുലദേവതമാണ് ഞങ്ങളെ ഈ എരൂർ ദേശത്ത് പ്രതിഷ്ഠിക്കുന്നു. അതിനായി ഞങ്ങൾ ഇരുവരും അങ്ങയുടെ കൂടെ വരുന്നതാണ്. ദേവി മഹാമായേ, മുജ്ജന്മ സുഹൃതം. നമുക്ക് അനുയോജ്യമായ സ്ഥലം ഇവിടമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ആയതിനാൽ ഇവിടെ വിട്ടുവരുവാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. വരും കാലങ്ങളിൽ കോട്ടയിൽ അമ്മയായി നാം അറിയപ്പെടും. നമ്മുടെ അടുക്കൽ വരുന്ന ഭക്തരെ നാം ഒരിക്കലും കൈവിടുകയില്ല. ദേവിക്ക് ഉചിതമായ ഒരിടം കണ്ടെത്തുന്നതുവരെ യാത്ര തുടരും.
നമുക്ക് അനുയോജ്യമായ ഇടം ഇതുതന്നെയാണെന്ന് നാമും മനസ്സിലാക്കുന്നു. ഇനിയുള്ള കാലം തിരുമുറ്റത്തമ്മയായി ഭക്തർ നമ്മെ ആരാധിക്കുന്നതാണ്. അമ്മേ മഹാമായേ, അവരെ കാണാനില്ലാലോ. ആരെയാണാവോ? അമ്പാട്ടയും ഇല്ലത്തുപറമ്പിലെയും കുടുംബകാരണവന്മാരോട് ഇത്രയും വരാൻ പറഞ്ഞിരുന്നേ. വിളിപ്പിച്ചിരുന്നു എന്ന് കേട്ടു. എന്താണാവോ? ആ വരിക. കോട്ടയിലമ്മയുടെ കാര്യങ്ങൾ മുടക്കം കൂടാതെ നടക്കണം. അതിന് അമ്പാട്ടയും ഇല്ലത്തുപറമ്പിലെയും കുടുംബത്തെ ചുമതല ഏൽപ്പിക്കാന്നാ കരുതണേ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, സംശയമില്ല.